പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വിക്രത്തിന്റെ പ്ലാൻ അനുസരിച്ച് സജീവൻ വാസവന്റെ മകൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തി. ഒരു മെയിൽ നഴ്സിന്റെ വേഷമണിഞ്ഞ് മാസ്കൊക്കെ വെച്ചുകൊണ്ട് ഐസിയുവിനകത്തേക്ക് കടക്കുന്നുണ്ട്. വാസവന്റെ മകന്റെ കൂടെ ഇരിക്കുന്ന ആളോട് നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നെന്നും പറഞ്ഞ് സജീവ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു ചുമരിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അയാൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും സജീവ് പെട്ടെന്ന് തന്നെ ഐസിയുനകത്തേക്ക് ചെല്ലുന്നുണ്ട്. വാസവന്റെ മകന്റെ മുഖത്തൊന്നും ആ ഓക്സിജൻ മാസ്ക് വലിച്ചിട്ടുണ്ട് സജീവ് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എൻക്വയറി സെക്ഷനിലേക്ക് ചെന്ന് ഡോക്ടർ അന്വേഷിച്ചെന്ന് പറഞ്ഞെന്ന് അയാൾ പറയുമ്പോഴേക്കും ഡോക്ടർ നേരത്തെ പോയല്ലോ, ഇവിടുന്ന് ആരും വിളിച്ചില്ലല്ലോ എന്ന് നഴ്സും പറയുന്നുണ്ട്. എന്തോ സംശയത്തോടെ അയാളും പിറകെ തന്നെ നഴ്സും ഐസിയുനകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ പിടയുന്ന വാസവന്റെ മകനെയാണ് കാണിക്കുന്നത്. അത് കണ്ടോണ്ട് വരുന്ന നഴ്സ് ആ ഓക്സിജൻ മാസ്ക് എല്ലാം പെട്ടെന്ന് തന്നെ അവനായി വെച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കൃത്യം 12 മണിയാവുന്നതും കാത്ത് കേക്ക് കട്ട് ചെയ്യാനായി കാത്തിരിക്കുകയാണ് വാസവനും ഭാര്യയും മകളും. 12 മണിയാവുമ്പോഴേക്കും അവൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്ന കണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് വാസവനും ഭാര്യയും. അപ്പോഴാണ് വാസവൻ തന്റെ മകൾക്കായി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്താണതെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ഓപ്പൺ ചെയ്ത് നോക്കാനായി വാസവനും പറയുന്നുണ്ട്. അതൊരു മൊബൈൽ ഫോണായിരുന്നു. അവൾ സന്തോഷത്തോടെ അച്ഛനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. അവർ സന്തോഷത്തോടെ വിഷൊക്കെ ചെയ്തുകൊണ്ട് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാസവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിന്നുള്ള വിളിയായിരുന്നു അത്. വാസവൻ ഒരു ഞെട്ടലോടെ കോൾ വെക്കുമ്പോഴേക്കും ആ വീട്ടിലെ കറണ്ട് എല്ലാം ഓഫ് ആകുന്നുണ്ട്. അയ്യോ, കറണ്ട് പോയല്ലോ എന്ന് വാസവന്റെ ഭാര്യ പറയുമ്പോഴേക്കും ഇൻവെർട്ടർ വർക്കിംഗ് അല്ലല്ലോ അമ്മയെന്ന് മകളും പറയുന്നുണ്ട്. നിങ്ങൾ വാതിലടച്ച് കിടന്നോ, ഞാനിപ്പോൾ വരാമെന്ന് വാസവൻ പറയുമ്പോഴേക്കും എവിടേക്കാണെന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്കാണെന്ന് അയാൾ പറയുമ്പോഴേക്കും ഞങ്ങളും കൂടെ വരാമെന്ന് മകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വരാമെന്നും താൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നും വാസവൻ പറയുമ്പോഴേക്കും കറണ്ട് ഇല്ലാതെ എങ്ങനെയാന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. താൻ KCBയിലേക്ക് വിളിച്ചു പറഞ്ഞോളെന്നും പറഞ്ഞ് വാസവൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഓടുന്നുണ്ടേ. രാത്രി ഉറക്കത്തിൽ നിന്നുണരുന്ന ശ്രീജ വെള്ളം കുടിക്കാനായി നോക്കുമ്പോഴേക്കും ജഗ്ഗിൽ വെള്ളമില്ലായിരുന്നു. അവൾ അടുക്കളയിൽ ചെന്ന് ജഗ്ഗിലെല്ലാം വെള്ളം നിറച്ചുകൊണ്ട് കുറച്ച് വെള്ളവും എടുത്ത് കുടിച്ചുകൊണ്ട് റൂമിലേക്ക് വരുമ്പോഴായിരുന്നു ജനലിലൂടെ നോക്കുമ്പോഴാണ് സിറ്റൗട്ടിലെ കൈവരിയിലിരിക്കുന്ന വേദയെ കാണുന്നത്. അവൾ വാതിൽ തുറന്ന് വേദയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് എന്താ വേദ ഇവിടെ ഇരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം രാത്രി എഴുന്നേറ്റ് പുറത്തേക്ക് പോയെന്ന് വേദ പറയുമ്പോഴേക്കും എവിടേക്കാണെന്ന് ശ്രീജയും ചോദിക്കുന്നുണ്ട്. തനിക്കറിയില്ലെന്നും വിക്രം രാത്രിയിൽ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നെന്നും വിക്രം അച്ഛനോട് പറഞ്ഞതുപോലെ ആ വാസവനെ എന്തെങ്കിലും ചെയ്യുമെന്ന പേടി തനിക്കുണ്ടെന്നും നിങ്ങളെ വിളിക്കണമെന്ന് ഒരുപാട് തവണ ചിന്തിച്ചെന്നും വേദ പറയുമ്പോഴേക്കും അച്ഛനെ അറിയിച്ചാലോ നമുക്കെന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട്. അത് വേണമെന്ന് വേദ ചോദിക്കുമ്പോഴേക്കും അത് വേണം, വിക്രമിനി എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അത് തടയാൻ പറ്റിയെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ വേദയെ വിളിച്ചുകൊണ്ട് അമ്മയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് വാതിലിൽ മുട്ടിക്കൊണ്ട് അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും കമല വന്ന് വാതിൽ തുറന്ന് അമ്പരപ്പോടെ എന്താ ശ്രീജ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എവിടെ അമ്മയെന്ന് ശ്രീജ ചോദിക്കുമ്പോഴേക്കും മാഷും അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നുണ്ടേ. എന്താ വേണ്ടെന്ന് കമല ചോദിക്കുമ്പോഴേക്കും വിക്രം പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ടച്ചാ. വിക്രം ഇറങ്ങി പുറത്തേക്ക് പോയെന്ന് വേദ പറയുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ആരോടോ എന്തൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നച്ചാ എന്ന് ശ്രീജ പറയുമ്പോഴേക്കും ഇന്ന് രാത്രി തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആരോടോ പറയുന്നുണ്ടായിരുന്നു. അത് വാസവന്റെ അടുത്തേക്കാണോന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പേടിയോടെ വേദ പറയുന്നുണ്ട്. കമലയും ആകെ ഭയത്തോടെ ഈശ്വര, അവൻ ഇനി എന്തൊക്കെ വരുത്തി വെക്കുമോ ആവോ. രാത്രി ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് വാശി പിടിച്ച് എഴുന്നേറ്റ് പോയതാ എൻ്റെ കുട്ടി. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഇനി എന്തൊക്കെ കാണണം എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് കമല കരച്ചിൽ തുടങ്ങി കഴിഞ്ഞിരുന്നു. അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന വിശ്വവും എന്താമ്മേ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം രാത്രി എഴുന്നേറ്റ് ഇറങ്ങിപ്പോയിന്ന് എന്ന് കമല പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്ന വിനായകനും എങ്ങോട്ട് പോയിന്ന് ചോദിക്കുന്നുണ്ട്. ലോകത്തെ മുഴുവൻ ചോര കൊണ്ട് തിരുത്താമെന്ന് വിചാരിക്കുന്നവൻ വേറെ എങ്ങോട്ട് പോവാൻ, വാസവന്റെ അടുക്കലേക്ക് തന്നെ ആയിരിക്കും എന്ന് മാഷി പറയുമ്പോഴേക്കും ഇവൻ എന്താ ഭ്രാന്ത് പിടിച്ചോന്ന് വിശ്വവും ചോദിക്കുന്നുണ്ട്. ഔചിത്യബോധവും സാമാന്യബോധവും ഉള്ളവൻ ഇങ്ങനൊരു ജീവിതം ജീവിക്കില്ലല്ലോ വിശ്വം എന്ന് മാഷി പറയുമ്പോഴേക്കും എങ്കിൽ ആ ജീവിതത്തിലേക്ക് അവനെ തള്ളിവിട്ടതിൽ മാഷിനും പങ്കില്ലേ എന്ന് കമല ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട്. മാഷെ ഒന്നും മിണ്ടാവാനത് നിൽക്കുമ്പോഴേക്കും ഇന്ന് ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച അവനാ MLA കൊന്നിട്ടെങ്കിലും വീടിന്റെ ജപ്തി ഒഴിവാക്കുമെന്ന് പറഞ്ഞു പോയത്. അത് പറയിച്ചത് മാഷി തന്നെയല്ലേ എന്ന് കമല പറയുമ്പോഴേക്കും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കണമെന്ന് വിനായകൻ പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ, അവൻ പോയി ഉണ്ടാക്കി വെക്കാൻ പോകുന്ന കുഴപ്പം എന്താന്നോർത്ത് ഉറങ്ങാതിരിക്കാം. രാത്രി ഗുണ്ടകൾ വീടുകയറി ആക്രമിക്കാൻ വരുമ്പോ ഇറങ്ങിയോടെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ ഉറങ്ങിപ്പോയാ അതും അറിഞ്ഞില്ലെങ്കിലോ എന്ന് നന്ദിനി പറയുമ്പോഴേക്കും കമലയും ആകെ സങ്കടത്തോടെ തളർന്ന് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. മാഷപ്പോഴേക്കും വേദിയുടായി പറയുന്നുണ്ട്, കുട്ടി പോയി കിടന്നോളൂ, പോയവര് അവരുടെ സമയമാകുമ്പോൾ തിരിച്ചു വരുമെന്ന്. നമുക്ക് പോലീസിൽ പരാതിപ്പെടണോ എന്ന് വേദ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും
ഞാൻ എന്ത് വിളിച്ച് പറയാൻ? എൻ്റെ മകൻ MLA കൊല്ലാൻ പോയിട്ടുണ്ടെന്നോ? ആ പരാതി അവർ തന്നെ കൊടുത്തോളും. അതോടെ അവസാനിക്കുമല്ലോ ഈ കേസും കോടതിയുമൊക്കെ എന്ന് മാഷി പറയണ കേട്ട് കമല സങ്കടത്തോടെ കരഞ്ഞോണ്ട് മാഷി എന്ന് വിളിക്കുന്നുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കെ കമലേ, എന്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. ഇടിമിന്നലിൽ തല കത്തിപ്പോയ തെങ്ങ് പോലെയാ അവന്റെ ജീവിതം. ഇനിയെങ്കിലും ഒന്ന് നിർത്ത് എന്ന് കമലയോടായി പറഞ്ഞോണ്ട് വേദയോടായി, നിന്നോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മോളെ, പോയി കിടക്കാൻ നോക്ക്. രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഏതെങ്കിലും ഗുണ്ടകൾ ഈ വീട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ പുലരും വരെ ഞാൻ കാവലിരുന്നോളാം. നിങ്ങൾ പോയി കിടന്നോ എന്നെല്ലാവരോടുമായി പറഞ്ഞിട്ട് ശ്രീജയോട് വേദയുടെ കൂടെ ഇരിക്കാനായി പറയുന്നുണ്ട് മാഷ്. അവിടെ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് എത്തുന്ന മാഷ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി പുറത്തുനിന്ന് ആ കഥ കടച്ചുകൊണ്ട് ആ തൂണും ചാരി ആലോചനയോടെ നിൽപ്പുണ്ട്. ടെൻഷനോടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന വാസവനെയാണ് പിന്നീട് കാണിക്കുന്നത്. വാസവൻ പെട്ടെന്ന് തന്നെ ICUവിന്റെ അകത്തേക്ക് കയറി അവിടെ നിൽക്കുന്ന ഡോക്ടറോട്, എന്താ ഡോക്ടറെ, എന്താ ഉണ്ടായതെന്ന് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്, ആരാ ഇവിടെ വന്നതെന്ന് വാസവൻ ചോദിക്കുമ്പോഴേക്കും, അറിയില്ല സാറേ, ഡോക്ടർ വിളിക്കുന്നെന്ന് ആശുപത്രിയിലെ ഒരാൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ICUവിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ആൾ പറയുമ്പോഴേക്കും, ഡോക്ടർ നേരത്തെ പോകുന്നതല്ലേ, രാത്രിയിൽ ഉണ്ടാവാറില്ലല്ലോ എന്ന് നഴ്സ് ചോദിക്കുന്നുണ്ട്. ഡോക്ടറും അപ്പോഴേക്കും പറയുന്നുണ്ട്, സാറേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനൊരാശുപത്രിയിലെ, അതും ഇത്ര കാര്യമായി നോക്കുന്നിടത്ത് വന്ന് ഇത് ചെയ്തിട്ട് പോകണമെങ്കിൽ സാറ് സൂക്ഷിക്കണം എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും, സൂക്ഷിക്കേണ്ടത് ഞാനാണോ അതോ ആശുപത്രിക്കാരാണോ എന്ന് വാസവനും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാനുള്ളത് തുടങ്ങിക്കഴിഞ്ഞു, സ്റ്റേഷനിലേക്ക് അറിയിക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലത്തേക്ക് ഒരു പോലീസുകാരനെ ഈ ICUവിന് മുന്നിൽ ഡ്യൂട്ടിക്കിടാൻ സാർ ഏർപ്പാടാക്കണം. ഒരിക്കൽ പ്രയോഗിച്ചതുകൊണ്ട് അവരാരായിരുന്നാലും ആക്രമിക്കാതിരിക്കണമെന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. അപ്പോഴേക്കും വാസവന്റെ വീട്ടിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. ആ കോൾ എടുക്കുന്ന അദ്ദേഹം ഞെട്ടലോടെ മൊബൈൽ കട്ട് ചെയ്തുകൊണ്ട് തൻ്റെ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. തൻ്റെ മകളുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുമ്പോഴേക്കും അതും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആകെ ടെൻഷനോടെ വാസവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി നന്ദിനി മുറ്റമടിക്കാനായി തുടങ്ങുമ്പോഴാണ് വീട് പൊളിക്കാനുള്ള ഒരു JCB അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന നന്ദിനി പേടിയോടെ നിലവിളിച്ചുകൊണ്ട്, അമ്മേ, അച്ഛ, വിനയേട്ടാ, ഓടിവാ ഇങ്ങോട്ട് എന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് വരുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന JCBയെ നന്ദിനി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന കമലയും ആകെ പേടിയോടെ, മാഷേ, ഒന്നങ്ങോട്ട് ചെല്ലു മാഷേ, അവസാനം ഇതുകൂടി എനിക്ക് കാണേണ്ടി വന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരും ഒരു കാറിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. ബാങ്കിലെ മാനേജർ അങ്ങോട്ട് വരുമ്പോഴേക്കും മാഷ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, എന്താ സാർ, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വീട് ജപ്തി ചെയ്യുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ മാഷേ, തണ്ണീർത്തട നിയമപ്രകാരം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം കൃഷിഭൂമിക്കുള്ളതാണ്. അത് മറച്ചുവെച്ച് കെട്ടിടം പണിയുകയും ആ കെട്ടിടം ബാങ്കിൽ പണയം വെച്ച് പണം തട്ടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുറ്റം. ഇതിനു പിന്നാലെ തന്നെ അറസ്റ്റും ഉണ്ടാവുമെന്ന് അയാൾ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും പോലീസുകാരും അങ്ങോട്ടെത്തുന്നുണ്ട്. വേദ അപ്പോഴേക്കും ബാങ്ക് മാനേജറോടായി ചോദിക്കുന്നുണ്ട്, സാർ, ഈ ഭൂമി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പുരയിടമല്ലെന്ന്? ജീവിതകാലം മുഴുവൻ അധ്യാപനത്തിനും കൃഷിക്കും വേണ്ടി മാറ്റിവെച്ച ആളോടാണോ നിങ്ങൾ ഈ നിയമം പറയുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അയാളപ്പോഴേക്കും വേദയോടായി പറയുന്നുണ്ട്, കുട്ടി, PTRലുള്ളത് ഞങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റൂ. മറ്റെന്തെങ്കിലും ഇളവുകൾ ഭൂമിക്ക് നൽകേണ്ടത് റവന്യൂ വകുപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമം അനുസരിച്ചേ പറ്റൂ എന്ന് അയാളും പറയുന്നുണ്ട്. ജപ്തി ചെയ്ത് വസൂലാക്കാൻ ബാങ്കിന് അവകാശമുണ്ടാവും, പക്ഷേ ഇടിച്ചു നിരത്താൻ എന്ത് അവകാശമെന്ന് വിശ്വവും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും SI JCB ഡ്രൈവറോടായി, വർത്താനം നോക്കി നിൽക്കാതെ പണി തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ വീണ്ടും മാനേജറോടായി ചോദിക്കുന്നുണ്ട്, ഇന്ന് സൺഡേ ഒഴിവുള്ള ദിവസമല്ലേ, അവധി ദിവസം ഏത് ബാങ്കാണ് ജപ്തി നടപ്പിലാക്കുന്നത് സാർ? അതെപ്പോൾ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇരിക്കും എന്ന് മാനേജർ പറയുമ്പോഴേക്കും SI പറയുന്നുണ്ട്, അതിന് കാരണമുണ്ട് മോളെ, ഈ JCB നാളെ മുതൽ വിളപ്പിൽശാലയിൽ മാലിന്യം കോരാനായിട്ട് പോവുക. അതിനു മുമ്പ് ഐശ്വര്യമായിട്ട് ഗുണ്ട വിക്രമിന്റെ വീട് ഇടിച്ചു നിരത്തിയിട്ടാകാമെന്ന് കരുതി എന്ന് വേദയോടായി പറഞ്ഞുകൊണ്ട് പൊളിക്കട വേഗം എന്ന് JCB ഡ്രൈവറോട് പറയുന്നുണ്ട്. അയാൾ JCB ഓണാക്കുമ്പോഴേക്കും കമല കരഞ്ഞോണ്ട് ബാങ്ക് മാനേജറുടെ അടുത്ത് ചെന്ന്, അയ്യോ സാറേ, പൊളിക്കല്ലേ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരാം, എന്നാലും ഈ വീട് കൺമുന്നിൽ വെച്ച് പൊളിക്കണ കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണ് സാറേ, ഞങ്ങൾ ഈ നിമിഷം ഇറങ്ങിത്തരാമെന്ന് കമല കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. അതിനുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് ഈ നിമിഷമുള്ളൂ. മതിലും കവാടവും പൊളിക്കുമ്പോഴേക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങിക്കോളൂ എന്നയാൾ പറയുമ്പോഴേക്കും, സാറേ, ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കുന്നതാ, അല്ലാതെ തെരുവിൽ കഴിയുന്നവരല്ല എന്ന് വിനായകനും കൂടി പറയുമ്പോഴേക്കും, അതുകൊണ്ടാണ് മുന്നേ ഇറങ്ങിപ്പോവാനായിട്ട് ഞങ്ങൾ നോട്ടീസ് പതിപ്പിച്ചത് എന്ന് മാനേജറും പറയുന്നുണ്ട്. ആ സമയമായിട്ടില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്ന് വിശ്വം ചോദിക്കുമ്പോൾ, 15 ദിവസത്തിനുള്ളിൽ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് എപ്പോൾ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നയാൾ പറയുമ്പോഴേക്കും, ഇല്ല സാറേ, അങ്ങനെ തീരുമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല
ഇത് നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജീവൻ പോയാലും ശരി, ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് കമല ഉച്ചത്തിൽ പറയുന്നുണ്ട്. മാഷെ ഒരു താക്കീതോടെ അവരെ കമല എന്ന് വിളിക്കുമ്പോഴേക്കും അങ്ങനെ തന്നെയാണ് മാഷെ, നമ്മൾ രണ്ടാളെയും കൂടി ഇവർ ഈ സാധനം കൊണ്ട് ഇടിച്ചു കൊന്നോട്ടെ എന്ന് കമല പറയുമ്പോഴേക്കും നിങ്ങൾ വെറുതെ സീൻ ഉണ്ടാക്കരുത്, ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാ ചെയ്യുന്നത് എന്ന് മാനേജറും പറയുന്നുണ്ട്. ഇത് ജോലിയല്ല സാറേ, അതിക്രമമാണ്. എന്തു വന്നാലും ഈ വീട് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് വേദ പറയുമ്പോഴേക്കും നീ തുടങ്ങടാ ജോഷി എന്ന് SI ഡ്രൈവറോടായി പറയുന്നുണ്ട്. JCB അതിന്റെ പണി തുടങ്ങാനായി പോകുമ്പോഴേക്കും വേദ നന്ദിനിയെയും ശ്രീജയെയും തന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ശ്രീജയുടെയും നന്ദിനിയുടെയും ഇരു കൈകളും തന്റെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് പൊളിക്കാനായി വരുന്ന ആ JCBക്ക് മുന്നിലേക്ക് അത് തടഞ്ഞുകൊണ്ട് അവർ ചെന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ നിൽപ്പ് കണ്ട് JCB അവിടെ നിർത്തുമ്പോഴേക്കും ഈ വീടിനെ വിശ്വസിച്ച് ഇങ്ങോട്ട് കയറി വന്ന പെൺകുട്ടികളാ ഞങ്ങള്. ഇത് തകർക്കണമെങ്കിൽ ഈ വണ്ടി ആദ്യം ഞങ്ങളെ എടുത്തെറിയണം, കഴിയുമെങ്കിൽ ചെയ്യേ എന്ന് മാനേജറോടായി തിരിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ട് വേദ വീണ്ടും അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും ചില നാട്ടുകാരൊക്കെ അവിടെ കൂടി തുടങ്ങിയിരുന്നു. എന്താ ചേട്ടാ പ്രശ്നം എന്നൊരാൾ ചോദിക്കുമ്പോഴേക്കും ആളുകൾ താമസിക്കുന്ന വീടിടിച്ചു നിരത്താൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്നൊരാളും ചോദിക്കുന്നുണ്ട്. നടക്കുന്ന കാര്യമല്ല സാറേ, വണ്ടിയും കൊണ്ട് പോവാൻ നോക്ക് എന്നയാൾ പറയുമ്പോഴേക്കും SI അങ്ങോട്ട് ചെന്ന് അയാളുടെ കുത്തിനെ പിടിച്ചോണ്ട് അത് പറയാൻ നീ ആരടാ, മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞ അയാളെ തള്ളിയിടുന്നുണ്ട്. മാഷപ്പോഴേക്കും അയാളോടായി പറയുന്നുണ്ട്, ചന്ദ്ര നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വെറുതെ പുലിവാല് പിടിക്കണ്ട, ഇവര് ചില തീരുമാനങ്ങൾ എടുത്തു വന്നവരാ, അതിവര് നടപ്പാക്കി പോവും എന്ന് മാഷ് പറയണ കേട്ട് അതാണ് മാഷിന് അറിയാൻ കാര്യങ്ങള്, എടുക്കട വണ്ടി എന്ന് SI വീണ്ടും അയാളോടായി പറയുന്നുണ്ട്. JCB വീണ്ടും പണി തുടങ്ങാനായി ശ്രമിക്കുമ്പോഴേക്കും MLAയുടെ കാർ അങ്ങോട്ട് എത്തുന്നുണ്ട്. കാറിൽ നിറങ്ങുന്ന വാസവൻ അങ്ങോട്ട് വരുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.